കരുണാസമ്പന്നനായ ദൈവത്തിന്റെ നിസ്തുലമായ നാമത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന ബഹുമാന്യരായ ദൈവദാസന്മാർ, കുടുംബങ്ങൾ, ആദരണീയരായ മാതാപിതാക്കൾ, വാത്സല്യ സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, നിങ്ങളേവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനങ്ങൾ. ആഴ്ചയുടെ അവസാനത്തെ ദിവസം നമുക്ക് പതിവ് പോലെ തിരുസന്നിധിയിൽ തിരുവെഴുത്തുകളുമായി അടുത്തു വരുക. കർത്താവ് അവസരങ്ങളെ നൽകിയതിൽ ഞാൻ സന്തോഷിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതുവരെ നമുക്ക് അധ്യക്ഷത വഹിച്ച പ്രിയ ബാബുവങ്കലിനായിട്ടും ഞാൻ കേട്ടില്ലെങ്കിലും അറിയണ സിസ്റ്ററൊക്കെ പാട്ടുപാടി എന്ന് കരുതുന്നത് പ്രിയപ്പെട്ടവർക്കും വിശേഷമായ നന്ദിയും ഞാൻ അറിയിക്കുന്നു. നമുക്ക് വെളിപ്പാട് പുസ്തകം 8-ാമത്തെ അധ്യായത്തെ ആധാരമാക്കിക്കൊണ്ട് കുഞ്ഞാട് 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതിൻ്റെ അനുബന്ധ സംഭവങ്ങളിലേക്ക് പ്രവേശിക്കാം. നാം ഇന്നലെ പറഞ്ഞു നിർത്തിയ ഭാഗം, കുഞ്ഞാട് 7-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ, അല്ലെങ്കിൽ ആ പുസ്തകത്തിന്റെ 7-ാമത്തെ മുദ്ര തുറന്നപ്പോൾ, സ്വർഗത്തിൽ അരമണിക്കൂറത്തെ മൗനവും 7 കാഹളങ്ങളുമായി പ്രത്യക്ഷപ്പെടുന്ന 7 ദൂതന്മാർ, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയും യാഗപീഠത്തിലെ കനലും നിറച്ച് ദൈവസന്നിധിയിൽ നിന്ന് ഭൂമിയിലേക്ക് വലിച്ചെറിയുന്ന മറ്റൊരു ദൂതൻ. ആ സമയത്ത് അവിടെ ഉണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളും തദനന്തരം 7 ദൂതന്മാർ അവരുടെ കാഹളങ്ങൾ ഒന്നൊന്നായിട്ട് ഊതുന്നതുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. 1, 2, 3, 4 ദൂതന്മാർ കാഹളം ഊതിയപ്പോൾ ഉണ്ടായ ചില ദുരന്തങ്ങൾ, ഭൂമിയിലെ പച്ച അല്ലെങ്കിൽ ഹരിത ലോകത്തിന്, സസ്യ ലോകത്തിന് ഉണ്ടാകുന്ന 1/3 നാശം, സമുദ്രത്തിൽ ഉണ്ടാകുന്ന 1/3 നാശം, നീരുറവുകളിലും നദികളിലും ഉണ്ടാകുന്ന, അല്ലെങ്കിൽ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന, തന്നിമിത്തം മനുഷ്യജാതിയിലും 1/3, കുറേയേറെ പേർ, 1/3 കണക്കോടെ പറയുന്നില്ല, വളരെ പേർ മരിച്ചു പോകുന്ന 3-ാമത്തെ കാഹള നാദം. 4-ാമത് കാഹളനാദം 4-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ കാണുന്നത് വാനഗോളങ്ങളിലെ പ്രയാസങ്ങളാണ്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രാദികൾ, ഇവയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും നാശങ്ങളും ഒക്കെയാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. അത്രയും നാം ചിന്തിച്ചതിൽ എന്തെങ്കിലും സംശയ നിവാരണത്തിന് ആവശ്യമെങ്കിൽ ചോദിച്ചാട്ടെ. പന്ത്രണ്ടാമത്തെ വാക്യം നമുക്കൊന്നും കൂടെ വായിച്ചുകൊണ്ട് തുടരാം. 8:12, 8:12. 4-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ സൂര്യനിൽ 1/3, ചന്ദ്രനിൽ 1/3, നക്ഷത്രങ്ങളിൽ 1/3 ബാധ തട്ടി. അവയിൽ 1/3 ഇരുണ്ടുപോയി, രാവും പകലും 1/3 വെളിച്ചമില്ലാതെയായി. സ്തോത്രം. ഇത്രയുമാണ് നാം നോക്കിക്കൊണ്ടിരുന്നത്. ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഇതുവരെ ഉള്ളതിൽ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഈ 1/3 മാത്രം കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇസ്രായേൽ മക്കളുടെ ന്യായവിധിയെ സംബന്ധിച്ച് പ്രവാചകന്മാർ പറഞ്ഞപ്പോൾ ഒരു ശേഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ ഗോത്രങ്ങളെ ശലോമോന്റെ ഭരണശേഷം 2ആയിട്ട് വിഭജിച്ചു. ഡിവൈഡഡ് കിങ്ഡം, വിഭജിത ഇസ്രായേലി രാഷ്ട്രം.
അതിൽ 10 ഗോത്രങ്ങൾ അടങ്ങിയ ഇസ്രായേൽ ആദ്യം പ്രവാസത്തിലേക്ക് പോയി. അതുപോലെയൊക്കെ തന്നെ പാപം ചെയ്തിരുന്നവരായിരുന്നു യഹൂദ എങ്കിലും അവരെ ആ സമയത്ത് പ്രവാസത്തിലേക്ക് വിട്ടില്ല. യിരെമ്യാ പ്രവാചകനും മീഖായും ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവളുടെ സഹോദരിയായ ഇസ്രായേലിനെ ഇങ്ങനെ ദൈവം ശിക്ഷിച്ചിട്ടും അത് കണ്ടും ഇവൾ പഠിച്ചില്ല. അപ്പോൾ ചിലരെ ദൈവം, അല്ലെങ്കിൽ ചില ഭാഗങ്ങളെ ദൈവം ഇങ്ങനെ ന്യായം വിധിക്കുന്നത് ദൈവീക ന്യായവിധിയുടെ ദൈവീയ ഖണ്ഡിതത്തിന്റെ, പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ ദൈവീയ ഖണ്ഡിതത്തിന്റെ സിവിയറിറ്റി. ഖണ്ഡിതം മീൻസ് സിവിയറിറ്റി. റോമൻസ് 11:22. ആ ഖണ്ഡിതത്തിന്റെ ദൃഷ്ടാന്തമായി കൊടുക്കുകയാണ്. എന്തിനാ? അത് കണ്ടിട്ട് ബാക്കിയുള്ളവരെങ്കിലും മാനസാന്തരപ്പെടുക. അപ്പോൾ ഒരു ശേഷിപ്പിനെ ദൈവം മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് യേശു കർത്താവ് 2 പ്രാവശ്യം പറഞ്ഞു. ആ ശിലോവിലെ മതിൽ വീണ് മരിച്ചുപോയ 18 പേർ. മറ്റൊരിക്കൽ പറഞ്ഞു, യാഗരക്തങ്ങളോടുകൂടെ ഹെരോദാവ് രക്തം കലർത്തിയ ആ മനുഷ്യൻ കൊന്ന ചില യഹൂദന്മാർ. ഇവരൊക്കെ എന്താ മറ്റുള്ളവരെക്കാൾ പാപികളായിരുന്നു? അല്ല. ജീവിച്ചിരിക്കുന്ന നിങ്ങൾ ആ മരിച്ചവരെക്കാൾ നീതിമാന്മാരായതുകൊണ്ടാണോ ജീവിച്ചിരിക്കുന്നത്? അല്ല. അല്ലല്ല. മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. അപ്പോൾ അവരെ ജീവിച്ചിരിക്കുന്നവർക്ക് ദൃഷ്ടാന്തമായി ദൈവിക ന്യായവിധിയുടെ അടയാളമായി എടുത്തു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഈ സമുദ്രത്തിൽ, കരയിൽ, സസ്യലതാദികളിൽ, വാനഗോളങ്ങളിൽ ഒക്കെ ഒരു ഭാഗത്തെ ദൈവം ശിക്ഷിച്ചത് അതുകൊണ്ടെങ്കിലും ശേഷിക്കുന്നവർ പാഠം പഠിക്കണം, ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നൊക്കെയുള്ള ആഗ്രഹം കൊണ്ട്. അതിന് ദൈവം 1/3 എന്നൊരു കണക്കെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്ക് ഇവിടെ നമുക്ക് യോഹന്നാൻ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ശേഷിപ്പ് എന്നുള്ളതാണ് ഇവിടെ എല്ലാം പ്രധാനപ്പെട്ട വിഷയം. എ റെമനന്റ്. And even when God judges a remnant, that will be a lesson, a warning, an example for others, that they may also not be destroyed, but may repent. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ പറയുന്നത്, ചിലടത്ത് പറയുന്നു 10 മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന. പ്രവാചക പുസ്തകങ്ങളിൽ പലയിടത്തും നമ്മൾ വായിക്കുന്നത് 10. അപ്പോൾ കുറച്ചുപേർ മാത്രമേ ദൈവക്രോധത്തിൽ നിന്നൊഴിയൂ എന്ന ഒരു സന്ദേശവും അതിലുണ്ട്. ഇത് കണ്ട് മറ്റുള്ളവർ ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്ന സന്ദേശവും അതിലുണ്ട്. വേറെ എന്തെങ്കിലും? ശരി. അപ്പോൾ നാം ഇവിടെ കാണുന്നത് ആദ്യത്തെ 4 കാഹളങ്ങൾ ഊതുന്നതിനെ കുറിച്ചാണ്. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ അതിനാധാരമായിട്ട് എടുത്തത്. സ്തോത്രം.
അവിടങ്ങളിൽ നാം കണ്ടത് മിസ്രയീമിൽ ദൈവം അയച്ച ബാധകൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തേത് ഇരുട്ടാണ്. മിസ്രയീമിലെ ബാധയിൽ ഒന്ന് സ്പർശിക്കത്തക്ക ഇരുട്ടായിരുന്നല്ലോ. സ്തോത്രം. സ്പർശിക്കത്തക്ക ഇരുട്ട്. ആ ഇരുട്ടും പാപത്തിന്റെ പരിണിത ഫലമാണ് ഇവിടെ കാണിക്കുന്നത്. അനുസരണക്കേടിന്റെയും മത്സരബുദ്ധിയുടെയും ഫലമായിട്ടാണ് മിസ്രയീമിൽ ആ ഇരുട്ട് എന്ന ബാധ ഉണ്ടായത്. യേശുക്രിസ്തു മനുഷ്യലോകത്തിന്റെ പാപത്തെ തന്റെ മേൽ ഏറ്റുകൊണ്ട് ക്രൂശിൽ മരിച്ചപ്പോൾ പാപത്തിന്റെ ഭീകരതയും പാപത്തോടുള്ള ദൈവിക ന്യായവിധിയുടെ തീവ്രതയും വെളിപ്പെടുത്തിയ ഒരു സംഭവം അവിടെയുമുണ്ടല്ലോ. ഉച്ചയ്ക്ക് 12 മുതൽ 3 മണി വരെ അവിടെയൊക്കെ ഇരുട്ടുണ്ടായി. ഭൂലോകമെങ്ങും ഇരുട്ടായില്ല. ആ പ്രദേശങ്ങളിൽ, ക്രിസ്തുവിന്റെ ക്രൂശീകരണം നടന്ന ആ പ്രദേശങ്ങളിൽ ഇരുട്ട് വ്യാപരിച്ചു. അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. 1/3 ഇരുട്ടായി എന്ന് പറഞ്ഞാൽ ഭൂലോകമെങ്ങും ഇരുട്ടായില്ല. കുറെ ഭാഗങ്ങൾ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ സംഭവിച്ചതുപോലെ തന്നെ, മിസ്രയീമിൽ ബാധ ഉണ്ടായതുപോലെ തന്നെ ദൈവത്തിന് അത് ചെയ്യാനായിട്ട് പറ്റും. അനങ്ങാൻ വയ്യാത്ത, സ്പർശിക്കത്തക്ക, തൊട്ടുരുമാൻ കഴിയുന്ന ഭിത്തി പോലെ തോന്നുന്ന, അതുകൊണ്ട് ഇരിക്കുന്നിടത്തുനിന്ന് അനങ്ങാൻ കഴിയാത്ത തരത്തിലെ ഇരുട്ട് മിസ്രയീമ്യർക്കുണ്ടായപ്പോൾ തൊട്ടടുത്ത വീടുകളിൽ താമസിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് അങ്ങനെ ഉണ്ടായില്ല. ആ ഇരുട്ടിൽ ഇരുന്നവർക്ക് തൊട്ടിപ്പുറത്തെ വെളിച്ചവും കാണാൻ കഴിയുമായിരുന്നില്ല. ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇരുട്ടത്തിരിക്കുന്നു, തൊട്ടപ്പുറത്ത് ഒരു മതിലിനപ്പുറം, അല്ലെങ്കിൽ ഒരു കർട്ടനപ്പുറം, അല്ലെങ്കിൽ നോക്കത്താവുന്ന ദൂരത്ത് ഇസ്രായേൽ മക്കൾ പട്ടപ്പകല് സ്വതന്ത്രരായിട്ട് നടക്കുന്നു. ഇരുട്ടത്തിരിക്കുന്നവർക്കും അപ്പുറത്തെ വെളിച്ചം കാണാൻ വയ്യ. അപ്പുറത്തെ വെളിച്ചത്തെ പോലും തടസ്സപ്പെടുത്തുന്ന തരത്തിലെ ഇരുട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. Is it imaginable? Maybe impossible to comprehend, no? Such a darkness which even blocks the light. വെളിച്ചത്തെ പോലും തടഞ്ഞു നിർത്തുന്ന ഇരുട്ട്. അതെന്തോ ഇരുട്ടാ? നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത് പോലെ ജസ്റ്റ് എ ഗ്ലിംസ് ഓഫ് ദ ഹെൽ, നരകത്തിന്റെ ഒരു ചെറിയ ദർശനം. ദർശനം എന്ന് പറയുമ്പം ഇന്ന് ആൾക്കാർ ടൂർ പോകുന്ന പോലത്തെ ദർശനമല്ല കേട്ടോ. നരകത്തിലും സ്വർഗത്തിലൊക്കെ ടൂർ പോകുന്ന പുള്ളികളുണ്ടല്ലോ, അതല്ല. നരകത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അവിടെ എന്തില്ല? വെളിച്ചമില്ല. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് പോലെ സ്വതന്ത്രരായിട്ട് നരകത്തിലാണെങ്കിലും കരഞ്ഞോണ്ടും ചൊറിഞ്ഞോണ്ടും തൂത്തോണ്ടും ഒക്കെ അങ്ങ് നടക്കാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. ചെല്ല് കാണാറല്ലേ, വേദനയും പ്രയാസവും വരുമ്പം അങ്ങ് ഓടുകയോ നടക്കുകയൊക്കെ ചെയ്യും. ഇതതും പറ്റത്തില്ല. ഇരുട്ട് കൊണ്ട് ചങ്ങലക്കിട്ടിരിക്കുക. ഓരോ മനുഷ്യർക്കും ഉള്ള അതേ വലിപ്പത്തിൽ മാത്രം ഇരുട്ടിന്റെ സെല്ലുകളാണ്. അനങ്ങാൻ പറ്റത്തില്ല. ജയിലിൽ കിടന്നിട്ട് വന്ന ചില സഹോദരങ്ങൾ, സുവിശേഷ നിമിത്തമാണേ, എന്നോട് പറഞ്ഞു, ഈ ജയിലിലെ പല സെല്ലുകളും ഇപ്പം 5 അടി പൊക്കമുള്ള ഒരാളിന് കൊടുക്കുന്ന സെല്ല് 4.25 അടി മാത്രം പൊക്കമുള്ളതാണ്. ഇവൻ എഴുന്നേറ്റ് നിൽക്കാൻ ഒക്കത്തില്ല.
എഴുന്നേൽക്കണമെങ്കിൽ കുനിഞ്ഞ് നിൽക്കാൻ പറ്റും. എന്നാൽ ഒന്ന് ഇരിക്കാമെന്ന് വെച്ചാലോ, കോണോട് കോണ് കിടന്നാൽ പോലും നീളം ഒക്കത്തില്ല. കാല് പടക്കി വെച്ചേ കിടക്കാൻ പറ്റൂ. ഇവനൊന്നും നടു നോക്കാൻ ഒക്കത്തില്ല ചുരുക്കം പറഞ്ഞു. എന്നാൽ ഇരുന്നുറങ്ങാൻ പറ്റത്തില്ല, അതിന് അനുവദിക്കത്തില്ല, കിടന്നേ പറ്റൂ. ഇവിടുത്തെ സെല്ലുകൾ ഇങ്ങനെയാണെങ്കിൽ നരകത്തിലേത് ചിന്തിച്ചോ? അപ്പോ ആ ഒരു ഇരുട്ടിന്റെ എന്താ ഇവിടെ നമുക്ക് ലഭിക്കുന്ന ദൃഷ്ടാന്തം? പാപത്തിന്റെ ഫലമാണ്. മിസ്രയീമിലുണ്ടായത് മിസ്രയീമ്യരുടെ പാപത്തിന്റെയും മത്സരബുദ്ധിയുടെയും ഫലമായിട്ടായിരുന്നു. യേശുക്രിസ്തു മരിച്ചപ്പോൾ ഉണ്ടായത് പാപത്തിന്റെ ഭീകരതയെയും പാപത്തോടുള്ള ദൈവിക ഇടപെടലിന്റെ, നീതിയുടെ, ശിക്ഷാവിധിയുടെ തീവ്രതയെയും കാണിക്കുന്നതായിരുന്നു. ഇവിടെയും ഉണ്ടാകുന്ന സൂര്യൻ ഇരുണ്ടുപോകുന്ന, മൂന്നിലൊന്ന് ഇരുട്ടാകുന്നത് ഇത് തന്നെയാണ്. പാപത്തിന്റെ ശിക്ഷാവിധിയായിട്ട് അതിവിടെ വെളിപ്പെടുക. ഇത്രയും വ്യക്തമാണല്ലോ. സ്തോത്രം. അപ്പൊ ഇവയെല്ലാം തന്നെ നമ്മളിൽ കണ്ട 4 കാഹളങ്ങളുടെ സമയത്തും ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ യഹോവയുടെ ദിവസവുമായി ബന്ധപ്പെട്ട ന്യായവിധിയുടെ പ്രദർശനങ്ങളാണ്. ഒരിക്കൽ കൂടെ നമുക്കൊരു വാക്യം വായിക്കാം. സഫന്യ പ്രവചനം, സഫനായ ചാപ്റ്റർ 1 വേഴ്സ് 3, 1-3 വാക്യം. സഫന്യ 1:3. ഞാൻ മനുഷ്യരെയും മൃഗങ്ങളെയും സംഹരിക്കും. ഞാൻ ആകാശത്തിലെ പറവജാതിയെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും ദുഷ്ടന്മാരോടുകൂടെ ഇടർച്ചകളെയും സംഹരിക്കും. ഞാൻ ഭൂതലത്തിൽ നിന്ന് മനുഷ്യനെ ഛേദിച്ചു കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. സ്തോത്രം. അപ്പൊ ഇതെല്ലാം എന്തിന്റെ പ്രകടീകരണങ്ങളാണ്, തെളിവുകളാണ്? യഹോവയുടെ ദിവസം, ദൈവ ദിവസം. ദൈവം ന്യായവിധിക്കായി എഴുന്നേൽക്കുന്ന ദിവസം. These are the days that God stands up for himself. വളരെ പ്രധാനപ്പെട്ട വിഷയം അതാ. In the history we can see God stood up for his people. But here in these days of judgments, God is rising up for himself. മനുഷ്യ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം ദൈവത്തിന്റെ ജനത്തിനായിട്ട് എഴുന്നേറ്റതാ. എന്നാൽ ഇവിടെ ഈ ന്യായവിധിയുടെ നാളുകളിൽ ദൈവം ദൈവജനത്തിനായി എഴുന്നേൽക്കുന്നു എന്നതിനേക്കാൾ ദൈവം തനിക്കായി തന്നെ എഴുന്നേൽക്കുന്നു എന്നുള്ളതാണ്. സ്തോത്രം. ദൈവം ദൈവത്തിന്റെ വചനത്തിനായിട്ട് എഴുന്നേൽക്കുന്നു. ദൈവവചനത്തെ നിവർത്തിപ്പാൻ, ദൈവ മഹത്വത്തെ പുനഃസ്ഥാപിപ്പാൻ, ദൈവിക അവകാശങ്ങളെ തിരിച്ചു പിടിക്കുവാൻ. സ്തോത്രം. ദൈവം ദൈവത്തിനായി തന്നെ എഴുന്നേൽക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. രക്തം കലർന്ന മഴയും ഒക്കെ നാം ഇവിടെ കാണുന്നുണ്ട്. ചില ചരിത്രരേഖകളിൽ സഹാറ മരുഭൂമി ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും രക്തനിറത്തിലുള്ള മഴ പെയ്തതിനെ കുറിച്ച് രേഖകളുണ്ട്. ചരിത്രത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സ്തോത്രം. രക്തമാകണമെന്നില്ല, രക്തനിറത്തിലുള്ളതാണ്. അത് ചില പ്രകൃതിയുടെ പ്രതിഭാസങ്ങളാണ്. ദൈവം പ്രകൃതി അതിനുവേണ്ടി ഒരുക്കിയെടുക്കുന്നു എന്ന് മാത്രം. അത് വർദ്ധിതമായ നിലയിലായിരിക്കുമ്പോൾ ജനത്തിന് അത് ആശങ്കയാണ്. അങ്ങനെയുള്ള വെള്ളമൊക്കെ കുടിക്കാൻ പോലും ജനത്തിന് പ്രയാസമാകും.
സ്തോത്രം. അപ്പോൾ ഈ നാലാമത്തെ കാഹളം ഊതിയപ്പോൾ ഒരു വലിയ സംഭവം ഉണ്ടാകുന്നു. അപ്പോൾ ഈ 4 കാഹളങ്ങളിൽ ഉണ്ടായ ഈ വിഷയങ്ങളൊക്കെ, വലിയ കത്തുന്ന നക്ഷത്രം, മല പോലെ ഒക്കെ വീഴുന്നതെല്ലാം, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നാം കാണുകയുണ്ടായല്ലോ. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ മറ്റ് വിശദീകരണങ്ങൾ വേണ്ടെങ്കിൽ നമുക്ക് 13-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. വേഴ്സ് നമ്പർ 13. അനന്തരം ഒരു കഴുകൻ, ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം, കഷ്ടം, കഷ്ടമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. സ്തോത്രം. ഇവിടെ ഒരു കഴുകനെ കുറിച്ച് പറയുന്നു. ആകാശമധ്യം നമുക്ക് വളരെ പരിചിതമായ പ്രയോഗമാണ്, മധ്യാകാശം. അപ്പം ഈ സൂര്യ ചന്ദ്രന്മാരുടെ സ്ഥാനത്തിനപ്പുറത്തുള്ള ശൂന്യാകാശമെന്നൊക്കെ നാം പറയുന്ന ഇടത്തേക്ക്, അവിടെയാണ് ഈ പ്രത്യേക വേദിയായിട്ട് യോഹന്നാൻ കാണുന്നത്. നൂല് പിടിച്ച്, ടേപ്പ് പിടിച്ച് ആകാശത്തിന്റെ മധ്യമൊന്നും അളക്കാൻ പോകണ്ട. ഇത് ആകാശമണ്ഡലത്തിൽ എന്നർത്ഥം മാത്രം എടുത്താൽ മതി. ആകാശമണ്ഡലത്തിൽ ഒരു കഴുകൻ, ഒരു കഴുകൻ, അത് കഴുകൻ എന്ന ഒരു രൂപം താൻ കാണുന്നെങ്കിലും അത് കഴുക തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. ഒരു ദൂതനാകാം, ഒരു സന്ദേശവാഹകനാകാം. ദൈവത്തിന് നാം നേരത്തെ പഠിച്ചിട്ടുള്ളത് പോലെ ആരെ അല്ലെങ്കിൽ എന്തിനെ വേണമെങ്കിലും ദൈവത്തിന്റെ സന്ദേശം അല്ലെ ദൈവത്തിന്റെ ആലോചന അറിയിപ്പാൻ വേണ്ടി ഉപയോഗിക്കാം. ജീവികൾ സംസാരിക്കുന്നതായി തിരുവെഴുത്തിൽ നമുക്ക് കാണാം. ജീവികൾ, പാമ്പിന് സംസാരശേഷി ഉണ്ടായിരുന്നു എന്ന് ഉൽപ്പത്തി 3-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. കഴുത സംസാരിച്ചതായി നമുക്കറിയാം. ആ നിലയിൽ ഇവിടെ കഴുക, ഇനി അക്ഷരീയമായി തന്നെ അത് കഴുകനാണെന്ന് വെച്ചാലും, ആ കഴുകനെ ദൈവം ദൈവത്തിന്റെ ഉദ്ദേശത്തിനായിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, ദൈവത്തിന്റെ സൃഷ്ടിയിൽ ആരെ വേണമെങ്കിലും എന്തിനെ വേണമെങ്കിലും ദൈവത്തിന് ദൈവ ഉദ്ദേശത്തിന്റെ പൂർത്തീകരണത്തിനായിട്ട് ഉപയോഗിക്കാം. കാക്കകളെ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കറിയാം. നോഹയുടെ പെട്ടകത്തിൽ നിന്ന് കാക്കയും പ്രാവുമൊക്കെ ഉപയോഗിക്കപ്പെട്ടത്, ഏലിയാവിന്റെ ചരിത്രത്തിലെ കാക്ക, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. സംസാരിച്ചും സംസാരിക്കാതെയും പല പക്ഷിമൃഗാദികളും വേദപുസ്തകത്തിന്റെ താളുകളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതിനെയും ഇസഹാക്കിന് പകരം അർപ്പിക്കപ്പെട്ട ആട്ടുകൊറ്റനായാലും, മുൻപോട്ട് വരുമ്പോൾ യേശുക്രിസ്തു വാഹനമേറിയ കഴുതക്കുട്ടിയായാലും ഒക്കെ സംസാരിച്ചും സംസാരിക്കാതെയും വാക്കുകളോടുകൂടെയും വാക്കുകളില്ലാതെയും ദൈവം ഉപയോഗിച്ച മൃഗങ്ങൾ ഉണ്ട്. വളർത്തു മൃഗങ്ങളുമുണ്ട്, വന്യമൃഗങ്ങളുമുണ്ട്. സിംഹത്തെ വരെ ദൈവം ഉപയോഗിച്ചിട്ടുള്ളതായി നമുക്കറിയാം. അക്കൂട്ടത്തിൽ കഴുകൻ എന്ന അക്ഷരീയമായ ജീവിയെ ഉപയോഗിച്ചു, പക്ഷിയെ ഉപയോഗിച്ചു എന്നതിൽ ഒരു പ്രശ്നവുമില്ല. ആ കഴുകന്
ആ പ്രത്യേക സമയത്ത് സംസാരിക്കാനുള്ള ഒരു കഴിവ് കൊടുത്തു. ഇനിയിപ്പം ഈ കഴുകൻ ഏത് ഭാഷയായിരിക്കും സംസാരിച്ചത്? നമ്മളൊക്കെ പറയും മലയാളത്തിലാണ് സംസാരിച്ചത്. കാരണം സ്വർഗത്തിൽ പോലും മലയാളമാണ് ഔദ്യോഗിക ഭാഷ എന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. ഈവൻ ദ ഹെവൻലി ഒഫീഷ്യൽ ലാംഗ്വേജ് ഈസ് മലയാളം. ദിസ് ഈസ് വാട്ട് ഓഫൻ Malayalis understand. So when this eagle was uttering woe, woe, woe unto the inhabitants of the earth, could it be in Malayalam or in Hebrew, Hindi, Marathi? ഇനിയിപ്പോ ഏത് ഭാഷയിലായിരുന്നാലും കേട്ടവർക്കൊക്കെ അവരവരുടെ ഭാഷയിൽ മനസ്സിലായി എന്ന് ചിന്തിച്ചാൽ മതി. അല്ലാതെ ഇനി ആ ഭാഷ ഏതായിരുന്നു എന്ന് വെച്ച് നമ്മൾ ആകുലപ്പെടേണ്ട. യോഹന്നാന് അത് കേട്ടപ്പോൾ തനിക്കറിയാവുന്ന ഭാഷയിൽ കാര്യം മനസ്സിലായി. നമ്മൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ കേൾക്കുന്ന ഏത് ഭാഷക്കാരാണോ അവർക്ക് മനസ്സിലാകും അത്രമാത്രം. അതാണ് ഇവിടെ നാം വായിക്കുന്നത്. സ്തോത്രം. ഇതിനെക്കുറിച്ചൊക്കെ അപ്പോക്രിഫൽ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിചിത്രമായിട്ട്. അവിടെ എങ്കും പക്ഷെ നമ്മൾ പോകുന്നില്ല. സ്തോത്രം. ഇവിടെ പറയുന്നതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ദൈവം തൻ്റെ സൃഷ്ടികളെ ദൈവത്തിനിഷ്ടമുള്ളതുപോലെ ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണത്തിനായിട്ട് ഉപയോഗിക്കുന്നു. അത്രയും ഉള്ളൂ ഇവിടുത്തെ സന്ദേശം. God make use of his creatures, whether it's living thing or non-living, whether they are spiritless creatures or lifeless things, whether they are human beings or from animal kingdom, whatever it be, God the creator can use any creature for the fulfillment of his purposes. ദൈവം തൻ്റെ സൃഷ്ടികളിൽ എന്തിനേയും ആരെയും തൻ്റെ അനാദി നിർണയങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടി അനായാസം ഉപയോഗിക്കും. ജീവനുള്ളതോ ജീവനില്ലാത്തതോ, ആത്മാവുള്ളതോ ആത്മാവില്ലാത്തതോ, പക്ഷിയോ മൃഗമോ, വന്യമോ വളർത്തോ, ഒരു വിഷയവും ഇല്ല. സ്തോത്രം. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ, ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇതുപോലെ പലരെയും ഉപയോഗിച്ചിട്ടില്ലേ? പലതിനെയും ഉപയോഗിച്ചിട്ടില്ലേ? സ്തോത്രം. ചിലപ്പോൾ ഒരു ഗവൺമെന്റ് ഓഫീസിൽ, കാര്യാലയത്തിലാകാം നമുക്ക് വേണ്ടി ചിലരെ ദൈവം ഉപയോഗിച്ചത്. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ആദ്യമായിട്ട് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി ദുബായിൽ മീറ്റിംഗ് എല്ലാം ക്രമീകരിക്കപ്പെട്ടു. ഹോള് ബുക്ക് ചെയ്തു, ബാക്കിയെല്ലാം ചെയ്തു. എനിക്ക് പാസ്പോർട്ട് കിട്ടിയിട്ടില്ല. ഒറ്റ കാര്യം, ടിക്കറ്റ് വരെ എടുത്തിട്ടുണ്ട്, പാസ്പോർട്ട് കിട്ടിയിട്ടില്ല. ടിക്കറ്റും ഇങ്ങനെ ഡമ്മി ആയിട്ട് വെച്ചിരിക്കുക. ഒരൊറ്റ അഡ്രസ് പ്രൂഫ് എൻ്റെ കയ്യിലില്ല. എൻ്റെ അഡ്രസ്സ് തെളിയിക്കാൻ എനിക്ക് യാതൊന്നുമില്ല. ഒരു ഫോട്ടോ ഐഡിയും എൻ്റെ കയ്യിലില്ല. ലൈസൻസ് പോലും ഇല്ലെന്ന്. അന്ന് ഇതെല്ലാം കൂടെ കൊണ്ടുകൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്താലും കുറഞ്ഞത് 40 ദിവസം എടുക്കും പാസ്പോർട്ട് കിട്ടാൻ. എനിക്കിനിയും 2 ആഴ്ച പോലും ഇല്ല
ഇങ്ങനെയുള്ള യാതൊരു സംഗതികളും ഒട്ടില്ലതാണ്. എനിക്കെന്തോ ആശങ്കയൊന്നും അതിനെക്കുറിച്ച് ഉണ്ടായിട്ടില്ല ഒരിക്കലും. എന്നെ യോഗത്തിന് വിളിച്ചിരിക്കുന്ന സഭക്കാർക്കാകെ കൂടെ വേവലാതി. അവർ മുറക്കി വിളിക്കുന്നുണ്ട്, ഞാൻ അവരെ ധൈര്യപ്പെടുത്തുന്നു. ഇങ്ങനെ ഒന്നുമില്ലാതിരുന്ന എനിക്ക് ഒരാഴ്ചക്കകം യോഗത്തിന് ഇനി പോകാൻ ഒരാഴ്ച, ഒരു 5-6 ദിവസം ബാക്കിയുള്ളപ്പോൾ എൻ്റെ കയ്യിൽ പാസ്പോർട്ട് കിട്ടി. അതിന് ഞാൻ അപ്ലൈ ചെയ്ത ഡിസ്ട്രിക്റ്റിലെ SPA ഉൾപ്പെടെ SP ഓഫീസിൽ, സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ഓഫീസിലുള്ള ക്ലർക്കുമാരുൾപ്പെടെ അവിടുത്തെ ഈ രഹസ്യ വിവരങ്ങൾ കൈമാറുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പാസ്പോർട്ട് ഓഫീസിലെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, എന്നെ ഒരിക്കലും അറിഞ്ഞുകൂടാത്ത അക്രൈസ്തവരായ ചില വ്യക്തികളെ ഉൾപ്പെടെ ഉള്ളവർ ദൈവം ഉപയോഗിച്ചു. ഇത്രേ ഉള്ളൂ. ആ പോലീസുകാർ എന്നെ വിളിച്ചു, ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ഫയലും കൊണ്ട് ഇപ്പം പാസ്പോർട്ട് ഓഫീസിൽ പോവാ, അദ്ദേഹം അവിടെ ചെല്ലുമ്പോഴത്തേക്കും നിങ്ങളും ചെല്ലണം. അദ്ദേഹം വന്നത് സമയം കഴിഞ്ഞാൽ ഞങ്ങളെ കയറ്റി വിടത്തില്ല. ദൈവം അവിടെയൊക്കെ ഓരോരുത്തരെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചെന്നപ്പം അവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയാ. അവര് ലഞ്ച് ബോക്സ് തുറന്നു വെച്ച് അതിന്റെ മുമ്പിലിരിക്കുമ്പോഴാണ് ഞങ്ങൾ ചെല്ലുന്നത്. തുറന്നു വെച്ച ലഞ്ച് ബോക്സ് അവിടെ ഇട്ടിട്ട് അവരെന്റെ കാര്യം ചെയ്യാൻ വേണ്ടി ഓടി വന്നു. നിങ്ങൾ എന്തിനു വന്നതാ? ഞാൻ പറഞ്ഞു, ഇന്ന പോലെയാ. ഈ ഫാദർ ആണോ? എന്നാ വാ. ഒരു അക്രൈസ്തവ സ്ത്രീയാ. എനിക്കൊരു ആപ്ലിക്കേഷൻ പോലും എഴുതി കൊടുക്കേണ്ടി വന്നില്ല, അവര് തന്നെ എല്ലാം എഴുതി കൊടുത്തു. അപ്പം ദൈവത്തിന് ആരെ വേണമെങ്കിലും എന്തിനെ വേണമെങ്കിലും ഇന്നും ദൈവത്തിന്റെ ഉദ്ദേശത്തിന്, ദൈവജനത്തിന്റെ സഹായത്തിനായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്ന ഒരു സന്ദേശമാണ് നമുക്കിവിടെ നിന്നും ലഭിക്കുന്നത്. ഈ ബൈബിൾ പഠനത്തിന്റെ ഇടയിലും നിങ്ങളോടുള്ള ഒരു പ്രബോധനവാക്യമായി പറയട്ടെ, ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു ധൈര്യമാകട്ടെ. സ്തോത്രം. നാം അറിയാത്ത ചിലരെ, നാമുമായി ബന്ധമില്ലാത്ത ചിലരെ ദൈവം എൻ്റെയും നിങ്ങളുടെയും ആവശ്യങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടി, സ്തോത്രം, ഉപയോഗിക്കും. അത് ബാങ്കിലാകാം, പാസ്പോർട്ട് ഓഫീസിലാകാം, വിസ സെന്ററിലാകാം, അതേതെങ്കിലും കോളേജിന്റെ ഒക്കെ അഡ്മിഷൻ ഓഫീസുകളിലാകാം, ഇങ്ങനെയുള്ള എവിടെയും ആകാം. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ ഏബലിന്റെ വിഷയത്തിൽ കേട്ടതാണല്ലോ, അത്ഭുതകരമായി. അപ്പൊ ദൈവത്തിന് ആരെ വേണമെങ്കിലും ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കാം. ആ ഒരു സന്ദേശമാണ് ഇവിടെ. അപ്പോൾ നമ്മുടെയൊക്കെ താൽക്കാലികമായ ചില ആവശ്യങ്ങൾക്ക് ദൈവം അങ്ങനെയൊക്കെ ചിലരെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് അനുഭവമാണല്ലോ. എങ്കിൽ ദൈവത്തിന്റെ അനാദി നിർണയത്തിന്റെ നിവർത്തിക്ക് വേണ്ടി ദൈവ സൃഷ്ടികളിൽ ചിലതിനെ ഉപയോഗിക്കുന്നതിന് എന്ത് തടസ്സം? സ്തോത്രം. വ്യക്തമാണല്ലോ. പ്രൈസ് ഗോഡ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? സ്റ്റക്കൊന്നും ആയില്ലേ? ശരി, സ്തോത്രം. Even for our temporal needs, God has used people or things or even systems. God controlled them all. If God commands to the winds, to the rain, to the clouds, to the fire, to the sun, moon, and stars, they wholeheartedly obey.
Even when God commands to the wild beasts, simply they obey. Even when God commands to the devil, he also will be obeying. If it is being done for the temporal needs of unfaithful human beings, you and I, how much more would God be using his creatures for the fulfillment of the eternal purposes of God? സ്തോത്രം. അതാണ് നാം ഇവിടെ കാണുന്നത്. കഴുകൻ അനൗൺസ് ചെയ്യുന്നു. സ്തോത്രം. എന്താണ്? ഇനിയും വരുവാൻ ഉള്ള 3 കഷ്ടങ്ങൾ നിമിത്തം ഭൂവാസികൾക്ക് അയ്യോ കഷ്ടം. ഇനി 3 കാഹളങ്ങൾ കൂടെ, 3 ദൂതന്മാർ കൂടെ കാഹളങ്ങൾ ഊതുവാനുണ്ട്. അവ നിമിത്തം ഭൂവാസികൾക്ക് അയ്യോ കഷ്ടം. 3 കഷ്ടങ്ങളുടെ പ്രഖ്യാപനങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. മുൻപോട്ട് പോകാമോ? എന്തെങ്കിലും സംശയങ്ങൾ ഇവിടെ ഉണ്ടോ? ഓക്കെ. ഈ പ്രവാചക പുസ്തകങ്ങളിലും കഴുകനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഈ ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ്. അതും ഇങ്ങനെ ഒരു അവിടെ അതൊക്കെ ആലങ്കാരിക പ്രയോഗങ്ങൾ. അതെ, മുന്തിരിവള്ളി അത് ഇസ്രായേലിനെ കാണിക്കുന്നതാണ്. പ്രതീകാത്മകമായും ആലങ്കാരികമായും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെയും അതുപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഇറ്റ് ക്യാൻ ബി എ ഫിഗറേറ്റീവ് or a symbolic usage, or even it can be a literal eagle. Both. Whatever it be, we have no issues. The key message is what is transmitted to the humanity. ഇവിടുത്തെ ഒന്നുകിൽ ഈ കഴുകൻ പ്രതീകാത്മകമായ ആകാം, ഒരു ദൂതനെ ദൈവം അയക്കുന്നതിന്റെ പ്രതീകമായിട്ട് കഴുകൻ എന്ന് പറഞ്ഞിരിക്കുന്നതാകാം, അല്ലെങ്കിൽ അക്ഷരീയമായി കഴുകനാകാം. രണ്ടായാലും നമുക്ക് പ്രശ്നമില്ല. അവിടെ കഴുകനല്ല വിഷയം, സന്ദേശമാണ് വിഷയം. അപ്പോൾ കഴുത അറിയിച്ചെന്ന് വിചാരിച്ചോ, കഴുകൻ പറഞ്ഞു എന്ന് വിചാരിച്ചോ, സന്ദേശമാണ് വിഷയം. വേറെ എന്തെങ്കിലും? ഓക്കെ. ഇവിടെ നാം കാണുന്നത് 4-ാമത്തെയും 5-ാമത്തെയും കാഹളങ്ങൾക്ക് ഇടയിലുള്ള ഒരു ചെറിയ ഇടവേളയാണ്. ജസ്റ്റ് ആൻ ഇന്റർലൂഡ് ബിറ്റ്വീൻ ദ 4th and the 5th trumpets. 4ഉം 5ഉം കാഹളങ്ങൾക്ക് ഇടയിലെ ഒരു ബ്രേക്ക്, ഒരു ഇന്റർലൂഡാണ് നാം കാണുന്നത്. അഞ്ചും 6ഉം 7ഉം കാഹളങ്ങൾ ഊതുമ്പോൾ വളരെ ഭയാനകമായ കാര്യങ്ങൾ സംഭവിപ്പാൻ പോകുന്നു. അതിനു മുൻപിലുള്ള ഒരു ഇടവേള. നാം 7-ാമത്തെ കാഹളം ഊതിയപ്പോൾ സ്വർഗത്തിലെ അരമണിക്കൂറത്തെ മൗനം കണ്ടതുപോലെ ഇവിടുത്തെ ഇടവേളയും ഇനി സംഭവിപ്പാനിരിക്കുന്ന ആ കഷ്ടങ്ങളെക്കുറിച്ച് ഗൗരവമായി അവതരിപ്പിക്കാനുള്ള ഒരു ബ്രേക്ക്, ഒരു ഇടവേള മാത്രമാണ്.
ഈഗിൾ, ഇവിടെ പറയുന്ന കഴുകൻ, പൊതുവെ ദിസ് ഈഗിൾ ഈവൻ ഷോസ് or pictures the imperial Rome. രാജകീയ റോമിന്റെ ഒരു ചിത്രമാണ് കഴുകനിലൂടെ ഉളവാകുന്നത്. കഴുകൻ, രാജകീയ റോം. അപ്പോൾ ഇവിടെ കഴുകൻ മധ്യാകാശത്തിൽ പറന്നുകൊണ്ട് പറയുന്നത് ഒരു വാണിംഗ് ആയിട്ട്, വളരെ ദുഃഖപൂർണമായ ഒരു മുന്നറിയിപ്പായി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. കഴുകൻ പൊതുവെ നമുക്കറിയാമല്ലോ, ഇരപിടിക്കുന്ന ഒരു ഇരപ്പിടിയൻ ജീവിയാണ്. This vulture or this eagle is a bird of prey. ഇരപിടിക്കുന്ന, പ്രത്യേകിച്ച് ആരോടും കരുണ കാണിക്കാത്ത തരത്തിലെ ഒരു ജീവിയാണ്. ആ പക്ഷിയും ആ സംഭവിക്കാനിരിക്കുന്ന കഷ്ടങ്ങളുടെ ഭീകരതയെ കാണിക്കുന്നു. അത് ഇവിടെ 3 കഷ്ടങ്ങളെ കുറിച്ച് എടുത്തു പറയുകയാണ്. Deuteronomy 28 and verse 49, ആവർത്തനം 28ന്റെ 49ാമത്തെ വാക്യം. കിട്ടിയില്ലേ? The Lord shall bring a nation against thee from far, from the end of the earth, as swift as the eagle flieth, a nation whose tongue thou shalt not understand. Hosea 8 verse 1. Hosea 8ന്റെ 1 കൂടെ. അവർ എന്റെ നിയമത്തെ ലംഘിച്ച് എന്റെ ന്യായപ്രമാണത്തിന് വിരോധമായി അതിക്രമം ചെയ്തതുകൊണ്ട് കാഹളം വായിൽ വെക്കുക, കഴുകനെ പോലെ യഹോവയുടെ ആലയത്തിന്മേൽ ചാടി വീഴുക. അപ്പോൾ കഴുകൻ എന്തിനെ കാണിക്കുന്നെന്ന് ഈ 2 ഭാഗങ്ങളിലും നാം കണ്ടു. The swiftness of the coming judgments. വരുവാനുള്ള ന്യായവിധിയുടെ ശീഘ്രഗതിയെ കാണിക്കുന്നതാണ് കഴുകൻ. 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു. കഴുകൻ ഒരു ഇരപ്പിടിയൻ പക്ഷിയാണ്. ജീവനുള്ള മറ്റു പക്ഷികളെ പോലും കൊന്നു തിന്നുന്ന, ഇവൻ മനുഷ്യ കുഞ്ഞുങ്ങളെ പോലും ജീവനോടെ എടുത്തുകൊണ്ടു പോകുന്ന, ചെന്നായ് ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ ജീവനോടെ വേട്ടയാടുന്ന തരത്തിലെ ഒരു വേട്ടപ്പക്ഷിയാണ്. ബേർഡ് ഓഫ് പ്രേ. 2, ഇറ്റ് ഈസ് സോ സ്വിഫ്റ്റ്. വളരെ വേഗതയുള്ള പക്ഷിയാണ്. അതാണ് നമ്മളിപ്പോൾ വായിച്ച ആവർത്തനം 28ലും ഹോശേയ 8ലും കണ്ടത്. കഴുകനെ പോലെ ചാടി വീഴുക. അനിമൽ കിങ്ഡം, അനിമൽ പ്ലാനറ്റ്, നാഷണൽ ജിയോഗ്രഫിക്കൽ ചാനൽ, ഇതിലൊക്കെ ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടാകാം. നമ്മൾ നേരിട്ട് പോയി സഫാരി ഒന്നും നടത്തി കഴുകൻ വേട്ട ആടുന്നത് കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ മറ്റ് ന്യൂസിലും ഇതുപോലെയുള്ള ചാനലുകളിലും ഒക്കെ കണ്ടിട്ടുണ്ടാകും. കാട്ടാടുകളെ, ചെന്നായ്ക്കളെ, പന്നികളെ, കുരങ്ങന്മാരെ, ഇങ്ങനെയുള്ള പല ജീവികളെയും ജീവനോടെ ഇത് വന്ന് പിടിച്ച് അമക്കി വെച്ച് അല്ലെങ്കിൽ
എടുത്തുകൊണ്ടുപോയി കൊന്നു തിന്നുന്നത്. വിഷപ്പാമ്പുകളെപ്പോലും സർപ്പങ്ങളെപ്പോലും എത്ര വേഗത്തിലാണ് വന്ന് റാഞ്ചിക്കൊണ്ടു പോകുന്നത്. ദാറ്റ് സ്വിഫ്റ്റ്നെസ്, ആ ശീഘ്രഗതി. അപ്പോൾ കഴുകൻ ഇത് വിളിച്ചു പറയുന്നതിന്റെ അർത്ഥം ഇതാണ്: ഈ വേട്ടപ്പക്ഷി, ഇരപ്പിടിയൻ പക്ഷി അതിവേഗത്തിൽ തൻ്റെ ആ കൂർത്തുമൂർത്ത നഖങ്ങളിൽ നിന്നും ഒന്നിനും രക്ഷപ്പെടാൻ കഴിയാത്തതുപോലെ വേഗത്തിൽ വന്ന് വേട്ടയാടും പോലെ വരാനുള്ള കഷ്ടങ്ങൾ വേഗത്തിൽ വരും. അതിൻ്റെ പിടിയിൽ നിന്ന് ആർക്കും ഒന്നിനും മോചനമില്ല എന്നും കൂടെ അറിയിക്കുന്ന കാര്യമാണിത്. സ്തോത്രം. അതിനാണ് ഇവിടെ കഴുകനെ ചിത്രീകരിച്ചിരിക്കുന്നത്. കഴുകനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണല്ലോ. അപ്പോൾ മാറ്റമില്ലാത്ത അച്ചട്ടായിട്ട് ഭൂവാസികളുടെ മേൽ വരുവാൻ പോകുന്ന, താമസം വിനാ സംഭവിപ്പാൻ പോകുന്ന വളരെ നിശ്ചിതമായ ന്യായവിധിയുടെ മുന്നറിയിപ്പാണ് ഈ കഴുകനിലൂടെ ദൈവം ലോകത്തിന് നൽകുന്നത്. ലോകക്കാർക്കെല്ലാവർക്കും ഇത് കേൾക്കാൻ കഴിയുമായിരുന്നുവോ എന്ന് നമുക്കറിയില്ല. ഏതായാലും യോഹന്നാൻ അത് കേൾക്കാൻ സാധിച്ചു, കാണാൻ കഴിഞ്ഞു. സ്തോത്രം. സംഭവിപ്പാൻ പോകുന്ന ഭീകരമായ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ഒരാൾ അത് സംഭവിക്കുന്നതിന് മുമ്പ് അയ്യോ എന്താണോ സംഭവിപ്പാൻ പോകുന്നതെന്ന് ദുഃഖത്തോടെ തലയിൽ കൈവച്ച് പ്രാഗി ആശങ്കയോടെ പറയുന്നത് പോലെയാ ഈ കഴുകൻ ഇവിടെ അറിയിക്കുന്നത്. പരീക്ഷയിൽ തോറ്റിട്ട് വരുന്ന മക്കളെ പപ്പ പിടിച്ച ക്രോധത്തോടെ എന്ത് ചെയ്യുമെന്നറിയാതെ പേടിച്ച്, അയ്യോ പപ്പ വരുന്നടി, ഇനി എന്താണോ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് പറയുന്ന ഒരു അമ്മയെ പോലെ. അതൊരു ചെറിയ ഉദാഹരണമെന്നേ ഉള്ളൂ. അതിൻ്റെയൊക്കെ അനേകം മടങ്ങ് തീവ്രമായിട്ടാണ് ഇവിടെ പറയുന്നത്. സ്തോത്രം. എന്നാൽ ഈ വരുവാനുള്ള എല്ലാറ്റിൽ നിന്നും, ബാക്കി പറഞ്ഞാട്ടെ, ഒഴിഞ്ഞു പോവാനും മനുഷ്യപുത്രന്റെ പ്രൈസ് ഗാഡ്. ലൂക്കോസ് 21:35-36 കർത്താവ് പറഞ്ഞു, ഈ വരുവാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് എന്ത് ചെയ്യണം? സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കും. സ്തോത്രം. ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. എന്ത് ചെയ്യരുത്? നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും ഉപജീവന മദ്യപാനത്താലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം പെട്ടെന്ന് ഒരു കെണി പോലെ സൂക്ഷിച്ചു കൊള്ളുവേൻ. സ്തോത്രം. അപ്പോൾ ഈ വരുവാനുള്ള എല്ലാറ്റിൽ നിന്നും നാം ഒഴിഞ്ഞു പോകണം. 2, മനുഷ്യപുത്രൻ കർത്താവായ യേശുവിന്റെ മുമ്പിൽ നാം പ്രാഗൽഭ്യത്തോടെ നിൽക്കണം. അതിനെന്ത് ചെയ്യരുത്? ലൂക്കോസ് 21:34 വാക്യം പറയുന്നു, നമ്മുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെടരുത്. ഇവയിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോകുകയും മനുഷ്യപുത്രൻ, ദൈവപുത്രൻ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നാം നിൽക്കുകയും ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. അപ്പൊ എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണം? ഇത് രണ്ടും നാം കുറിക്കൊള്ളണം. കാരണം
സകല ഭൂവാസികളിൽ മേലും വരുവാനുള്ള അനർത്ഥങ്ങളാണിവയെല്ലാം. സകല ഭൂവാസികളിൽ മേലും നാം 6-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ കണ്ടതുപോലെ അതിൽ നിന്ന് രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, സഹസ്രാധിപന്മാർ, തൊഴിലാളി, മുതലാളി, ദാസൻ, സ്വതന്ത്രൻ, ആരും ഒഴിവുള്ളവരല്ല, എല്ലാവരുടെ മേലും ഒന്ന് ഭവിക്കും. എന്നാൽ ഒരു ഒഴിവ് രാശിയുണ്ട്. ആർക്ക്? ക്രൂശിൽ പാപത്തിന് പരിഹാരമായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കർത്താവായി സ്വീകരിച്ചവർ, മാനവകുലത്തിന്റെ പാപത്തിന് പ്രായശ്ചിത്തമായി ക്രൂശിൽ മരിച്ചുയർത്ത യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് തങ്ങളെ തന്നെ കീഴ്പ്പെടുത്തിയവർ, അവർക്ക് ഇവയിൽ നിന്നെല്ലാം ഒഴിവുണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ ആയുഷ്കാലത്ത് തന്നെ സുബോധത്തോടും സ്വമനസ്സോടും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ നമുക്ക് ഭാഗ്യമുണ്ടായി. അതുകൊണ്ട് നമുക്ക് ഉറപ്പുണ്ട് ഇവയിൽ നിന്നെല്ലാം നമുക്കൊഴിവുണ്ടെന്ന്. ആ ഗ്യാരണ്ടിയിൽ നാം വെറുതെ ജീവിച്ചാൽ പോരാ. നമ്മുടെ ഹൃദയം അതിഭക്ഷണം, മദ്യപാനം, ഉപജീവന ചിന്തകൾ കൊണ്ട് ഭാരപ്പെടരുത്, ആകുലപ്പെടരുത്. എപ്പോഴും നാം ഉണർന്നും ജാഗരിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുക, കർത്താവേ അങ്ങയുടെ വരവിൽ കൈവിടപ്പെട്ടു പോകല്ലേ. എപ്പോഴും ഒരുങ്ങിയിരിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. അതിനായി നമുക്ക് വീണ്ടും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.